ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. ഗ്രേസ് ടോക്സിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനമെന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഇങ്ങനെയാണ്: മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, അറിയപ്പെടാതെയും വെളിച്ചത്ത് വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം: മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. ഇതെങ്ങനെ ഗ്രേസ് ടോക്സിനകത്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മനുഷ്യനെ നിന്നെ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ ഭാവി അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നവൻ മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളായിരിക്കും. നിന്റെ നന്മകളെ തകർക്കുവാനായിട്ട് മനുഷ്യൻ ശ്രമിക്കും, പൈശാചിക ശക്തികൾ ശ്രമിക്കും. നിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ ഇവയെല്ലാം ശ്രമിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു സീസൺ ഓഫ് ടൈമിൽ, ഒരു പ്രത്യേക സീസണിൽ, ഒരു പ്രത്യേക കാലയളവിലേക്ക് നിന്നെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് മനുഷ്യന് പറ്റുമായിരിക്കും, അല്ലെ പൈശാചിക ശക്തികൾക്ക് സാധിക്കുമായിരിക്കും. ദുരാത്മാക്കൾ ഒരു പരിധി വരെ നിൻ്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്താൻ പറ്റുമായിരിക്കും, നിൻ്റെ നന്മകളെ അടച്ചു വയ്ക്കാൻ പറ്റുമായിരിക്കും, നിന്നെ ഇരുട്ടിനകത്താക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്ന സമയത്ത്, ആ കൃപയുടെ പൂർണ്ണതയിലേക്ക് നീ വരാൻ തുടങ്ങുമ്പോൾ, നിന്നെ അടച്ചു വച്ചിരിക്കുന്ന സകല മതിലുകളെയും സകല വേലികളെയും പൊളിച്ച് നീ പുറത്തു വരും. നീ എസ്റ്റാബ്ലിഷ് ആകണ്ട എന്നോർത്ത് പിശാച് നിൻ്റെ ജോലി മേഖലയ്ക്കകത്ത് നിന്നെ അടയ്ക്കുമായിരിക്കും. നിൻ്റെ ശുശ്രൂഷ ചിലപ്പോൾ പിശാച് നിന്നെ അടയ്ക്കുമായിരിക്കും. പക്ഷേ അറിയപ്പെടാതെ ഇരിക്കാനായിട്ട് നീ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിനല്ല. അറിയപ്പെടാതിരിക്കാനായിട്ട് നീ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവിനല്ലെന്ന്. നീ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാകിയാൽ, അടങ്ങിക്കൂടി ഇരിക്കാൻ പറ്റാത്ത ഒരാത്മാവാകിയാൽ, ഈ നീ സ്വീകരിച്ച യേശുവിനെ കല്ലറയ്ക്ക് അടക്കാൻ പറ്റിയിരുന്നു. നിന്നെ രക്ഷിച്ച കർത്താവിനെ, നിന്റെ രക്ഷകനായ കർത്താവായ യേശുവിനെ കല്ലറയ്ക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. യഹൂദന്മാർ വിചാരിച്ച അവൻ തീർന്നു, അവൻ്റെ ശല്യം തീർന്നു. റോമാക്കാർ പറഞ്ഞു ഇവൻ മൂലമുള്ള വഴക്കും സംഘർഷവും തീർന്നു. 3 ദിവസം എന്ന് പറയുന്നു നമ്മൾ, പക്ഷേ കൂട്ടി നോക്കിയാൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്ര നേരമേ അതിന് ആയുസുണ്ടായിരുന്നുള്ളൂ. ആ കല്ലറയ്ക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് മഹത്വത്തോടെ ആ കല്ലറയെ പൊളിച്ച് പുറത്തു വന്നു. അവൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. പിശാച് വിചാരിക്കും നിന്നെ തീർന്നെന്ന്. പൈശാചിക മണ്ഡലം വിചാരിച്ചിട്ടുണ്ടാവും നീ തീർന്നെന്ന്. നിനക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ പിശാച് വിചാരിച്ച് നീ അടങ്ങിപ്പോയി. നിന്റെ കുടുംബത്തെ തീർക്കുവാനായിട്ട് പിശാച് ശ്രമിച്ചപ്പോൾ പിശാച് വിചാരിച്ചിട്ടുണ്ടാവും നീ ഒതുങ്ങിപ്പോകുമെന്ന്. ഇല്ല, അതിനൊരു സീസണുണ്ട്. ആ സീസൺ കഴിയുമ്പോൾ, ആ ഒരു സർട്ടൺ ടൈം പീരീഡ് കഴിഞ്ഞാൽ അതിനെ പൊളിച്ച് അതിനേക്കാളും വലിയ അഭിഷേകത്തോടെ നീ പുറത്തേക്ക് വരും. നിൻ്റെ ശുശ്രൂഷകളെ തടയാൻ പിശാചിനാവത്തില്ലെന്ന്. നിൻ്റെ സാമ്പത്തിക മേഖല തൊടാൻ പിശാചിന് പറ്റത്തില്ലെന്ന്. നിൻ്റെ ആരോഗ്യത്തെ തകർക്കാൻ ദുരാത്മാവിന് സാധിക്കില്ല. അതിനെല്ലാത്തിനും അവർ ശ്രമിക്കും. അവയെല്ലാം ഉറപ്പായും നിനക്കെതിരെ ശ്രമിക്കും. പക്ഷേ ഒരു സമയമുണ്ട്. കർത്താവായ യേശു 3 ദിവസങ്ങൾക്കിപ്പുറം കല്ലറയെ പൊളിച്ച് പുറത്തു വന്നതുപോലെ നിന്നെ മൂടിയിരിക്കുന്ന ചില കല്ലറകളെ പൊളിച്ച്, നിന്നെ അടച്ചു വച്ചിരിക്കുന്ന ചില വേലികളെയും മതിലുകളെയും പൊളിച്ച്, നിനക്ക് അതിരിട്ട് നിന്നെ ലോക്ക് ചെയ്ത ചില അതിരുകളെ പൊളിച്ച് നീ പുറത്തു വരാൻ പോവുക. കാരണം ഒന്നേ ഉള്ളൂ: നിൻ്റെ ദൈവം ലിമിറ്റഡ് അല്ല, ഹീസ് അൺലിമിറ്റഡ്. എൻ്റെ ദൈവം അൺലിമിറ്റഡാണ്. ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ഞാൻ പ്രഘോഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു, അവൻ അൺലിമിറ്റഡ്. അവൻ ലിമിറ്റഡ് അല്ലായിരുന്നു, അവനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഒരാൾക്ക്. അവൻ്റെ ആത്മാവിനെ നീ സ്വീകരിച്ചത് കൊണ്ട് നീ ലിമിറ്റഡ് അല്ല. നിന്നെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നിന്നെ മറച്ചു വയ്ക്കാനോ അടച്ചു വയ്ക്കാനോ ലോക്ക് ചെയ്യാനോ പറ്റത്തില്ല. ഒരല്പകാലത്തേക്ക് ചിലപ്പോൾ ഇരുട്ടിനകത്തായി പോകുമായിരിക്കും. നോ, ഒരിക്കലും പറ്റില്ല. ആ ഒരു സമയം കഴിയുമ്പോൾ അതിനെ പൊളിച്ച് നീ പുറത്തേക്ക് വരും. നിൻ്റെ വർധനവിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നിൻ്റെ വലിയ ശുശ്രൂഷകളുടെ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ, നിൻ്റെ ജീവൻ്റെ, നിൻ്റെ സമൃദ്ധിയുടെ, നിൻ്റെ മഹത്വത്തിൻ്റെ, ദൈവം നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു സീസണിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. ആ ബോധ്യത്തോടെ ഇരിക്കുക, നിരാശപ്പെടേണ്ട, പ്രത്യാശയോടെ ഇരിക്കുക. എൻ്റെ ദൈവം നിരാശയുടെ ദൈവമല്ലെന്ന്, എൻ്റെ ദൈവം പ്രത്യാശയുടെ ദൈവമാണ്.
മറഞ്ഞിരിക്കുന്നത് ഒന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല. അറിയപ്പെടാതെ ഇരുട്ടത്തിരിക്കുന്ന ഒന്നുമില്ല. ഒരു സീസൺ കഴിഞ്ഞു. നിൻ്റെ അവഗണനയുടെ, നിൻ്റെ വേദനകൾ, തകർച്ചയുടെ, ദുഃഖങ്ങളുടെ, പരാതി പറച്ചിലിൻ്റെ സീസൺ തീർന്നു. ഇനിയിരിക്കുന്നത് ദൈവം നിന്നെ മഹത്വപ്പെടുത്തുന്ന സീസൺ. നിന്നെ തീർക്കുവാൻ നോക്കിയവരുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന സീസൺ. നിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിനക്കൊരു വിരുന്നൊരുക്കാൻ പോകും. ദൈവം വിരുന്നശാല ഒരുക്കിക്കൊണ്ടിരിക്കുക. നിൻ്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചിട്ടൊന്നുമല്ല കർത്താവ് വിരുന്നൊരുക്കാൻ പോകുന്നത്. അവരുടെ മുൻപിൽ ദൈവം നിനക്ക് വിരുന്നൊരുക്കുമ്പോൾ കാണുവാനിരിക്കുന്നവർ എല്ലാവരും ദൈവം വിരുന്നശാലയിൽ വിളിക്കുന്നത് എല്ലാം നിനക്കെതിരെ സംസാരിച്ചവരെയും, നിനക്കെതിരെ തിന്മ നിരൂപിച്ചവരെയും, നിൻ്റെ നാശത്തിന് വേണ്ടി ആഗ്രഹിച്ചവരെയും, നിന്നെ തീർക്കുവാനായി ശ്രമിച്ചവരെയുമായിരിക്കും. അവരുടെ മുൻപിൽ വെച്ച് കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുന്നു. മഹത്വത്തിൻ്റെ സീസൺ ദൈവം തുടങ്ങുന്നു. ആ ബോധ്യത്തിലിരിക്കും. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അടച്ചു വച്ചിരിക്കുന്ന സകല വേലിക്കെട്ടുകളും പൊളിച്ച് അവിടുത്തെ മക്കൾ പുറത്തേക്ക് വരട്ടെ. ഇവരെ മറച്ചു വയ്ക്കുന്ന, ഇവരെ അടച്ചു വയ്ക്കുന്ന, ഇവരെ അന്ധകാരത്തിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന സകല പൈശാചിക ശക്തികളും പ്രിയപ്പെട്ടവരുടെ മുൻപിൽ കീഴടങ്ങട്ടെ. ഇവർക്കെതിരെ തിന്മ നിരൂപിക്കുന്നവരുടെ മുൻപിൽ, ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന എൻ്റെ ദൈവമേ കർത്താവെ, ആ വിരുന്ന് വെളിപ്പെടട്ടെ. അവിടുത്തെ മക്കൾ മഹത്വപ്പെടട്ടെ. അങ്ങയുടെ മക്കളെ അവിടുന്ന് മഹത്വപ്പെടുത്തുന്നത് പിതാവേ, ഇവരെ പകയ്ക്കുന്നവർ കണ്ട് അത്ഭുതപ്പെടേണ്ടതിന് കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുത്തും. ഈ നിമിഷം അങ്ങയുടെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പുതിയ വാതിലുകൾ അവിടുത്തെ മക്കൾക്കായി തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകർക്കായി പുതിയ വാതിലുകൾ ദൈവം തുറക്കുന്നു. അഗസ്റ്റിൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതുപോലെ ലീനയെ ദൈവം അനുഗ്രഹിക്കുന്നു. മരിയ എന്ന പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് തൊടുന്നു. മുട്ടിന് വീണിട്ട് മുട്ടിന് പൊട്ടൽ പറ്റി, മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് പൊട്ടൽ പറ്റി ചികിത്സയിലായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഉദര രോഗങ്ങളിൽ നിന്ന് കർത്താവ് തൻ്റെ മക്കളെ വിടുവിക്കുന്നു. അതുപോലെ തന്നെ ആൻ മരിയയെ പഠനത്തിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. വീണ്ടും കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ സാധ്യതകൾ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരെ നോക്കി കർത്താവ് പറയുന്നു, നിൻ്റെ സാധ്യത തീർന്നതല്ല, ദൈവത്തിൻ്റെ സാധ്യത തുടങ്ങാൻ പോകും. പുതിയ വഴികൾ, വിശാലമായ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് എടുത്തു തന്നു. ആ ബോധ്യത്തിലായിരിക്കും. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.